ഹായ് ഫ്രണ്ട്സ്, മൾട്ടി ട്രാവൽ റെക്കോർഡിൻ്റെ പുതിയ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ എതിർവശത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്. ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ 4 വശത്തുമുള്ള തേയിലക്കുന്നുകൾ മഞ്ഞുമൂടി നിൽക്കുന്നത് കാണാം. ഇന്ന് ഞാൻ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ പ്രധാന സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകളും കാണാം. നമ്മൾ ആദ്യം പോകുന്നത് റോസ് ഗാർഡൻസിലേക്കാണ്. 8 മണിക്കാണ് തുറക്കുന്നത്. നമുക്ക് ആദ്യം അവിടെ പോയി കാണാം. ഇതാണ് KSRTC ഡിപ്പോ. മൂന്നാർ ടൗണിൽ നിന്ന് റോസ് ഗാർഡൻസിലെത്താൻ ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ റോസ് ഗാർഡന്റെ മുന്നിലെത്തി. പക്ഷേ ഇവിടെ നോ പാർക്കിംഗ് ആണ്. ഈ പെട്രോൾ പമ്പിന്റെ പിന്നിലാണ് ഫ്രീ പാർക്കിംഗ്. നമുക്ക് ആദ്യം റോസ് ഗാർഡൻ കണ്ടിട്ട് വരാം. ഇവിടെ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയാണ് എൻട്രി ഫീ. ഇവിടെ അകത്ത് കടക്കുമ്പോൾ തന്നെ പലയിനം ഓർക്കിഡ് ചെടികൾ കാണാം. മുകളിലത്തെ തട്ടിൽ പല നിറത്തിലുള്ള ജമന്തി പൂക്കൾ കാണാം. ഈ കാണുന്നത് ജെറേനിയം പൂക്കളാണ്. ഇതിൽ തന്നെ 422 ഇനം പൂക്കളുണ്ട്. ഇവിടെ പല നിറത്തിലുള്ള ഡാലിയ പൂക്കൾ കാണാം. ഇതാണ് ചൈന റോസ്. ഈ കാണുന്നത് ഫോട്ടോ ഗാലറി പോയിന്റ്. ഇവിടെ എല്ലാ നിറത്തിലുള്ള റോസാപ്പൂക്കളുണ്ട്. റോസാപ്പൂക്കൾ കണ്ടിറങ്ങുന്ന വഴിയിലാണ് വന ഉപഹാർ സ്റ്റോർ. ഇവിടെ മാവിന്റെയും പ്ലാവിന്റെയും തൈകൾ വെച്ചിട്ടുണ്ട്. ഈ വാക്ക്വേയുടെ തണലിനായി മുകൾ ഭാഗത്ത് വള്ളിച്ചെടികൾ കൊണ്ടാണ് മൂടിയിരിക്കുന്നത്. അതിലെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഗാർഡൻ 2 ഏക്കർ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് 60-ൽ കൂടുതൽ ഇനം റോസാപ്പൂക്കളും മറ്റു പൂക്കളും കാണാം. ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഇറങ്ങുകയാണ്. അടുത്ത് നമ്മൾ ഫോട്ടോ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഫോട്ടോ പോയിന്റ്. ഈ കാണുന്നത് കണ്ണൻ ദേവൻ ഗ്രൂപ്പിന്റെ തേയിലത്തോട്ടമാണ്. ഇതിനു മുന്നിൽ നിന്നാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത്. അടുത്ത് നമുക്ക് എലിഫന്റ് പാർക്കിൽ ആനയെ കാണാൻ പോവാം. ഇടതുവശത്താണ് എലിഫന്റ് പാർക്ക്. ഇവിടെ ആന സവാരിക്ക് ഒരാൾക്ക് 700 രൂപയാണ്. കണ്ടോ ആനയ്ക്ക് ആഹാരം കൊടുക്കുന്നത്? ഈ ആനയെ സവാരിക്ക് കൊണ്ടുപോവുകയാണ്.
അടുത്ത് നമുക്ക് മാട്ടുപ്പെട്ടി ഡാം കാണാൻ പോവാം. ഇവിടെയാണ് കണ്ണൻ ദേവൻ ഹിൽസ് വ്യൂ പോയിന്റ്. ഇവിടെ ആവശ്യമുള്ളവർക്ക് ടീ പ്ലാന്റേഷനുള്ളിൽ കയറി ഫോട്ടോ എടുക്കാം. ആ ദൂരെ കാണുന്നത് കണ്ണൻ ദേവൻ ഗ്രൂപ്പിന്റെ മാട്ടുപ്പെട്ടിയിലെ ടീ ഫാക്ടറിയാണ്. മാട്ടുപ്പെട്ടി ഡാം എത്തി. നമുക്ക് ആദ്യം ഡാം കണ്ടതിന് ശേഷം ഇവിടുത്തെ ആക്ടിവിറ്റീസ് കാണാൻ പോവാം. 1953 മാട്ടുപ്പെട്ടി ഡാമിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ജലവൈദ്യുതത്തിനായി ജലം സംഭരിക്കുവാനാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാർ പാർക്കിങ്ങിലോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്നത് ജെറ്റ് സ്കി പോയിന്റ് ആണ്. ഇതിന് ഒരാൾക്ക് 15 മിനിറ്റത്തേക്ക് 500 രൂപയാണ്. അങ്ങേയറ്റത്താണ് പെഡൽ ബോട്ടിംഗ് കൗണ്ടർ. നമുക്ക് അവിടെ കണ്ടിട്ട് വരാം. രണ്ട് പേർക്ക് 15 മിനിറ്റ് പെഡൽ ബോട്ടിംഗ് ചെയ്യാൻ 400 രൂപയാകും. ഡാം കണ്ടു കഴിഞ്ഞു. ഇനി എക്കോ പോയിന്റിലേക്ക് പോവാം. എക്കോ പോയിന്റ് എത്തി. എക്കോ പോയിന്റിൽ വന്നിട്ട് കൂവിട്ട് വരാം. മൂന്നാറിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് എക്കോ പോയിന്റ്. ഇവിടെ എല്ലാവരും സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. എക്കോ പോയിന്റിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെയാണ് മുദ്രപ്പുഴ, നല്ലതണ്ണി, കുണ്ടല എന്നീ 3 പർവ്വത നിരകൾ സംഗമിക്കുന്നത്. ഒരറ്റത്ത് മീൻപിടുത്തവും നടക്കുകയാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞു. കൂവാൻ പറ്റിയില്ല, ബാക്കിയുള്ളൊരു കൂവി. ഈ കാണുന്നതാണ് പുല്ലുമേട് എലിഫന്റ് വ്യൂ പോയിന്റ്. അടുത്ത് നമ്മൾ പോകുന്നത് കുണ്ടല ഡാമിലേക്കാണ്. കുണ്ടല ഡാം മുതിരപ്പുഴ നദിയിൽ 1946 നിർമ്മിച്ച ഒരു ഗ്രാവിറ്റി ഡാമാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമായിട്ടാണ് ഈ ഡാമിനെ കണക്കാക്കപ്പെടുന്നത്. നമുക്ക് ബോട്ടിംഗ് പോയിന്റിലേക്ക് പോകാം. ബോട്ടിംഗ് നിരക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിംഗ് ആക്ടിവിറ്റീസ് കാണാം.
അടുത്തതിന് ടോപ്പ് സ്റ്റേഷനിലോട്ടാണ്. ആ പോകുന്ന വഴിയിൽ 2-3 വ്യൂസ് കൂടി ഉണ്ട്. അതും കൂടി കണ്ടതിന് ശേഷം നേരെ ടോപ്പ് സ്റ്റേഷനിലെത്തും. ഇത് എല്ലപ്പെട്ടി അഗ്രികൾച്ചറൽ ലാൻഡ് വ്യൂ ആണ്. നിങ്ങൾക്ക് താഴെ കർഷകരുടെ കുടിലുകളും കൃഷിഭൂമിയും മഞ്ഞിൽ മൂടി നിൽക്കുന്നത് കാണാം. ഇത് ഇവിടെ പ്രസിദ്ധമായ എല്ലപ്പെട്ടി റോഡ് വ്യൂ ആണ്. ടൂറിസ്റ്റുകൾ തേയിലത്തോട്ടത്തിനുള്ളിൽ നിന്നും ഫോട്ടോ എടുക്കുന്നത് കാണാം. ഇത് എല്ലപ്പെട്ടി എസ്റ്റേറ്റ് വ്യൂ ആണ്. ടോപ്പ് സ്റ്റേഷൻ എത്തി. ഇനി 1/2 കിലോമീറ്റർ കൂടി ഉണ്ട് അവിടെ എത്താം. കുണ്ടല താഴ്വരയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിലാണ് ഈ സ്ഥലത്തിന് ടോപ്പ് സ്റ്റേഷൻ എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് സ്റ്റേഷൻ ടവർ വ്യൂ കാണാൻ ഒരാൾക്ക് 20 രൂപയാണ്. ഇവിടെ നിന്നും വെസ്റ്റേൺ ഗട്ട്സും തമിഴ്നാട്ടിലെ തേനി ജില്ല താഴ്വരയുടെ മനോഹരമായ പനോരമിക് വ്യൂ കാണാം. ഇവിടെ നിന്ന് ടോപ്പ് സ്റ്റേഷൻ ലാസ്റ്റ് പോയിന്റിലെത്താൻ 25 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സൺസെറ്റ് കാണാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് ക്യാമറ. സൺസെറ്റ് കാണാം. അവസാനം വരെ വീഡിയോ കണ്ടതിന് നന്ദി. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.